എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പിയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓട്സ് ബനാന പാൻ കേക്കാണ്. അപ്പം തന്നെ ഊഹിക്കാമല്ലോ, നമ്മുടെ കുട്ടി കുറുമ്പന്മാർക്കും കുറുമ്പികൾക്കുമുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ കാലത്ത് എണീറ്റിട്ടുള്ള ഓട്ടപ്പാച്ചിലുകളിൽ നമ്മുടെ വാവമാർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം എന്നുള്ളൊരു ടിപ്പും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം തന്നെ കുറച്ച് നട്ട്സ്, നിങ്ങളുടെ ഇഷ്ടമുള്ള നട്ട്സ് യൂസ് ചെയ്യാം. ഞാനിവിടെ കാഷ്യൂ നട്ട്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബദാം, പിസ്ത, ഇനി മിക്സ് ഓഫ് എല്ലാ നട്ട്സും നമുക്ക് യൂസ് ചെയ്യാം. ഒരു 2 ബദാം, 2 കാഷ്യൂ നട്ട്, 2 മില്ലറ്റിൻ്റെ സീഡ്സ്, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ വാവമാർക്ക് അലർജി ഇല്ലാത്ത എല്ലാ നട്ട്സും നമുക്കിവിടെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഓട്സ്, ഇവിടെ ഒരു കപ്പ് ഓട്സാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അത് രണ്ടും ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഒന്ന് ചൂടാറ്റിയതിന് ശേഷം നന്നായി നമ്മുടെ മിക്സിയുടെ ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ ഓട്സ് ബനാന പാൻ കേക്കിൻ്റെ പ്രീ മിക്സ് എന്ന് പറയുന്നത്. ഒന്ന് ഗ്രാനുലേറ്റഡ് ആണ് കേട്ടോ അത്. ഈ ഒരു പ്രീ മിക്സ് ഉണ്ടെങ്കിൽ നമുക്കത് നേരത്തെ ഉണ്ടാക്കി വെക്കാം. ഒന്നല്ലെങ്കിൽ തലേദിവസം ഉണ്ടാക്കി വെക്കാം, അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് വേണ്ടി ഒരു ബൾക്ക് എമൗണ്ട് ഉണ്ടാക്കിയും വെക്കാം. ഈ ഒരു പ്രീ മിക്സ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോർണിംഗ്സിൽ നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും വാവമാർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ഉണ്ടാക്കി വെച്ച പ്രീ മിക്സ് നമ്മൾ ബനാന, എഗ്ഗ്, വാനില എസൻസ്, അതുപോലെ തന്നെ ജാഗരി പൗഡർ. ഈ ജാഗരി പൗഡറിൻ്റെ സ്റ്റെപ്പ് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നമുക്ക് ഷുഗർ ഇല്ലാണ്ട് ഉണ്ടാക്കിയിട്ട് പാൻ കേക്കിൻ്റെ കൂടെ നമുക്ക് ഹണി വെച്ച് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബനാന, എഗ്ഗ്, വാനില എസൻസ്, അതുപോലെ തന്നെ ജാഗരി പൗഡറിൻ്റെ മിക്സ് നമ്മളൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ മിക്സിയിൽ ഇത്തിരിയും കൂടി പാലൊഴിച്ചിട്ട് അതും കൂടി നമ്മുടെ ലിക്വിഡ് മിക്സ്ചറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ലിക്വിഡ് മിക്സ്ചറിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഓട്സ് നട്ട്സ് പ്രീ മിക്സ് ഇട്ട് കൊടുക്കാം. ഈ പ്രീ മിക്സ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ, നമ്മൾ കുറച്ച് മുന്നേ ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാലത്ത് എണീറ്റ് നമ്മളത് റോസ്റ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നിൽക്കണ്ട. ഡയറക്റ്റ് നമ്മളതൊരു ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള പൗഡർ പ്രീ മിക്സ് എടുക്കുക. അതിലോട്ട് ജസ്റ്റ് പാലും അതുപോലെ തന്നെ മുട്ട, നമ്മുടെ മധുരം ഏതാണ് സ്വീറ്റ്നർ അത് ആഡ് ചെയ്യുക. വാനില എസൻസ് ആഡ് ചെയ്യുക. വാനില എസൻസ് ആഡ് ചെയ്യുന്നത് അറിയാമല്ലോ, ആ ഒരു മുട്ടയുടെ കുത്തൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഫ്ലേവർ നമുക്ക് ഫ്രൂട്ട്, ബനാനയ്ക്ക് പകരം നമുക്ക് ആപ്പിൾ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റാം. നമ്മുടെ വാവമാരുടെ ചോയ്സിനനുസരിച്ചും നമുക്ക് മാറ്റാം. അങ്ങനെ ഞാൻ ബാച്ചായിട്ട് നമ്മുടെ ലിക്വിഡ് മിക്സ്ചറിലോട്ട് നമ്മുടെ ഓട്സ് നട്ട്സ് പ്രീ മിക്സ് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ചു. ഒരു 5-10 മിനിറ്റ് അടച്ചു വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഓട്സ് നന്നായിട്ട് വെള്ളം സോക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ റവ പോലെ തന്നെയാണ്. അപ്പോൾ അത് കുറച്ചും കൂടി നമ്മൾ ലൂസായിട്ട് വേണം ബാറ്റർ ഉണ്ടാക്കാൻ. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ അത് നമ്മുടെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലോട്ട് വരും. അതിനുശേഷം നമ്മുടെ ദോശത്തവ അടുപ്പത്ത് വയ്ക്കുക. നോൺ സ്റ്റിക്ക് മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. വാവന്മാർക്ക് യൂസ് ചെയ്യുന്ന ഫുഡിൽ ഗീ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പാൻ കേക്ക് മിക്സ് കുഞ്ഞി പാൻ കേക്ക്സായിട്ട് ഒഴിച്ചു കൊടുക്കുക. വലുതായിട്ടും ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വാവന്മാർക്ക് അത് പിടിച്ച് കഴിക്കാനൊക്കെ സുഖമായിരിക്കും. പിന്നെ ഞാൻ ഹണി ഇവിടെ യൂസ് ചെയ്യാത്തത് ആ ഒരു മെസ്സ് ഒഴിവാക്കാനാണ്. ഹണി ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. വാവന്മാർ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ അതിൽ മുക്കി പിന്നെ ആ കൈകൊണ്ട് വേറെ സ്ഥലത്ത് തൊട്ട് അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളും വൃത്തികേടൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഓൾറെഡി നമ്മുടെ മോർണിംഗ്സ് ഭയങ്കര തിരക്ക് പിടിച്ചതായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി നമുക്ക് ഒഴിവാക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ജാഗരി പൗഡർ പാൻ കേക്കിൻ്റെ മിക്സിൽ തന്നെ ആഡ് ചെയ്ത് സ്വീറ്റ്നർ വേറെ എക്സ്ട്രാ കൊടുക്കാത്തത് കേട്ടോ.
ഇങ്ങനെ ഇച്ചിരിയും കൂടി മുതിർന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഹണിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. 2 സൈഡും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സോ വെജീസോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അത്രയേ ഉള്ളൂ. നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ഓട്സ് ബനാന പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. നന്നായിട്ട് മുരിഞ്ഞതും അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്, സ്റ്റിക്കിനെസ് ഒന്നുമില്ല. അപ്പോൾ ഇതെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞാവുകൾക്ക് ട്രൈ ചെയ്യണം. അങ്ങനെ എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.